മായ ഒരു മനസാക്ഷിയും സത്യം മാത്രം പറയുന്ന ഒരു ഹൃദയവും മനുഷ്യനിൽ പുതിയ സൃഷ്ടിയാകുവാൻ നമുക്ക് ദൈവം തരണം. നിർമ്മലമായ ഒരു മനസാക്ഷി, അതായിരുന്നു പരിശുദ്ധ മാതാവിന്റെ മനസ്സ്. നിർമ്മല കന്യക. നിർമ്മലമായ ഒരു മനസാക്ഷി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നന്മ നിറഞ്ഞതായിരിക്കും. അതാണ് മാതാവിനെ നമ്മൾ കീർത്തിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ നിനക്കു സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. അപ്പൊ നിർമ്മലമായ ഒരു മനസാക്ഷിയും നന്മ നിറഞ്ഞ ഒരു ഹൃദയവും ആത്മീക മനുഷ്യനിൽ നിർമ്മലത വേണം. ഒരു മനുഷ്യൻ ആത്മീകനായി തീരണമെങ്കിൽ ഈ രണ്ട് ഫലങ്ങൾ അവനിൽ ഉണ്ടാകണം: നിർമ്മലമായ മനസാക്ഷി, നന്മ നിറഞ്ഞ ഹൃദയം. പ്രൈസ് ദി ലോർഡ്. നന്മ നിറഞ്ഞ ഒരു ഹൃദയം, അതായിരുന്നു ക്രിസ്തുവിന് ജനിക്കുവാൻ മറിയം കൊടുത്ത ഹൃദയം. നന്മ നിറഞ്ഞ ഹൃദയം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നന്മ നിറയണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമാകണം. നിർമ്മലമായ മനസാക്ഷി, നന്മ നിറഞ്ഞ ഹൃദയം. അപ്പൊ നമുക്ക് നിർമ്മലമായ ഒരു മനസാക്ഷി ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നീതിബോധമുള്ള മനുഷ്യൻ സത്യം മാത്രം പറയുന്നു. ജ്ഞാനി ദൈവത്തെ ഭയപ്പെടുന്നു. നീതിബോധമുള്ള മനുഷ്യൻ സത്യം മാത്രം പറയുന്നു. ജ്ഞാനി നീതിബോധം തിരിച്ചറിയുന്നു. ജ്ഞാനത്തിന്റെ വിശുദ്ധികൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമുഖമാണ്, സൂക്ഷ്മമാണ്, ചലനാത്മകമാണ്, വ്യതിരക്തമാണ്, ക്ഷതമേൽക്കാത്ത വിധം നന്മയെ സ്നേഹിക്കുന്നതാണ്, ആർദ്രമാണ്, സ്ഥിരതമാണ്, ഭദ്രമാണ്, ഉത്കണ്ഠയിൽ നിന്നു മുക്തിയാണ്, സർവശക്തന്റെ ശക്തിയാണ്. അതാണ് ജ്ഞാനബോധം. അറിവിന്റെ ജ്ഞാനം ആത്മാവിന്റെ വഴികളാണ്. ആത്മാവിന്റെ വഴികളിലാണ് ജ്ഞാനബോധം നമ്മളെ നയിക്കുന്നെങ്കിൽ ദൈവപ്രമാണങ്ങളെല്ലാം സത്യവചനങ്ങളാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ സത്യമാണ്. ആ സത്യം യേശുക്രിസ്തുവായ ദൈവപുത്രനായ മിശിഹ എന്ന് വിളിക്കുന്ന കർത്താവാണ്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കും, അത് ശരിയാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമായ പോലെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുവിൻ. ആമേൻ. നന്മ നിറഞ്ഞ ഒരു മനസാക്ഷി. ഒരു മനുഷ്യന്റെ മനസ്സ് നന്മ നിറയുക എന്ന് പറയണമെങ്കിൽ അവനിൽ ദൈവജ്ഞാനം ഉദിക്കണം. ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ മനസ്സിൽ വന്ന് നിറയണം. നിറയുന്ന മനസാക്ഷി നിർമ്മല മനസാക്ഷിയാണ്. ഈ നിർമ്മലമായ ഒരു മനസ്സ് ജലം പോലെ പരിശുദ്ധമായിരിക്കും. ജലത്തിൽ എന്ത് വീണാലും അത് അതിന്റെ കളറ് കാണിക്കും. അപ്പം ജലം പ്രകാശമുള്ളതാക്കി തീരുന്നത് പോലെ നമ്മുടെ മനസാക്ഷി നിർമ്മലമായി തീരുമ്പോൾ ഒരു പാപത്തിനും നമ്മളെ കീഴടക്കാൻ പറ്റുകയില്ല. കാരണം യേശു നിർമ്മലമായ ഹൃദയവും നന്മകൾ കൊണ്ട് മാത്രം ജനിച്ചവനുമായ വചനമാണ്. അതാണ് മനസാക്ഷിയുടെ നിർമ്മലത.
അപ്പൊ നിർമ്മലമായ മനസ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ നന്മ നിറഞ്ഞ ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ നന്മ നിറയുന്ന ഹൃദയം ദൈവത്തെ കാണുകയാണ്. നിർമ്മല മനസാക്ഷി പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിർമ്മലമായ ഒരു ഹൃദയം, നന്മ നിറഞ്ഞ മനസാക്ഷി, ഈ രണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊള്ളുവിൻ. ഒരു കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഉലയുന്ന മനസ്സാകരുത് വിശ്വാസിയുടേത്. കൊടുങ്കാറ്റടിച്ചാലും പാറമേൽ വീട് പണിതാൽ അതിനൊന്നും ഇളക്കം തട്ടുകയില്ല. കാരണം അത് പാറമേൽ പണിതതാണ്. ഇതുപോലെ നാം ക്രിസ്തുവിൽ പണിതുയർത്തുന്ന വിശ്വാസം ദൈവവിശ്വാസമാണ്. വിശ്വാസം ദൈവത്തിൽ സമർപ്പിതവും വിശ്വാസി ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധരിക്കുകയും ചെയ്യുമ്പോൾ യേശു പറഞ്ഞ വചനം നമ്മളിൽ നിറവേറും. നിന്റെ വിശ്വാസം കുഞ്ഞെ നിന്നെ രക്ഷിക്കട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ഈ രണ്ട് വചനങ്ങളാണ് നിങ്ങൾക്ക് തന്ന മനസാക്ഷി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവ് ജീവന്റെ വചനത്താൽ ദൈവത്തോട് കൂടെയിരിക്കും. ആത്മാവ് ജീവന്റെ വചനത്താൽ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത് പോലെ നാം നിർമ്മല മനസാക്ഷിയോടെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞു കഴിയുമ്പോൾ നാം യേശുക്രിസ്തു വഴി ദൈവത്തോട് കൂടെയായിരിക്കുന്നു. ആ വചനമാണ് യേശു പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കുവാനാണ് ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. ന്റെ പരിശുദ്ധാത്മാവ് വഴി നാം വിശുദ്ധിയുള്ളവരായി തീരുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവവചനം നമ്മളിൽ നിറയുകയും വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി യേശുവിനും ദൈവത്തിനും സാക്ഷികളായി തീരുന്നു. ആ വചനമാണ് പറയുന്നത്, എന്റെ സാക്ഷ്യം സത്യമാണ്, എന്റെ വചനം സത്യമാണ്, ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. സത്യത്തിൽ നിൽക്കുന്നവൻ എന്റെ സ്വരം ശ്രവിക്കുന്നു, എന്റെ വചനമാണ് സത്യം. അതായിരുന്നു യേശു എന്ന ദൈവവചനം. പ്രൈസ് ദി ലോർഡ്.